ഷാരോണിന്റെ സുഹൃത്ത് റിജിൻ നമ്മോടൊപ്പം ചേരുകയാണ്. റിജിനാണ് അന്ന് ഷാരോണിനൊപ്പം ഉണ്ടായിരുന്നത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയപ്പോൾ. ഷാരോൺ അന്ന് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റിജിനാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്, അതും വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നത്. എന്താണ് ഈ സംബന്ധിച്ച്? ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി പറയുന്നുണ്ട്. സ്വന്തം നൻപനെ കൊന്നിട്ട് ഇതേപോലെ അവൾ സൂചിച്ച് ജീവിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ വിധി ഒന്നുകൂടെ നമുക്ക് ഹാപ്പിയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് റിജിൻ കൂടെ പോവുകയായിരുന്നു. ഏറ്റവും വിശ്വാസമുള്ള റിജിനെ കൂട്ടിക്കൊണ്ടാണ് ആദ്യം പോകുന്നത്. അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ എങ്ങനെയായിരുന്നു? വന്നപ്പോൾ നല്ല ക്ഷീണതയാണ് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ഛർദ്ദലോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പച്ചവെള്ളറിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവള് ഗ്രീഷ്മ കശവും ഫ്രൂട്ടിയും തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അത് ഉറപ്പായിരുന്നു. അന്ന് പ്രധാനമായും റിജിന്റെ ഒരു മൊഴി കൂടിയാണ് ഈ കേസിൽ ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുള്ളത്. അതുകൂടി വെച്ച് നോക്കുമ്പോൾ സ്വന്തം സുഹൃത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എങ്കിൽ തന്നെയും ഈ വിധി എത്രത്തോളം സന്തോഷമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇതാണ് നിങ്ങൾക്ക് നൽകുന്നത്? അത്രത്തോളം വിഷമമുണ്ട്. 2.5 വർഷത്തിന് ശേഷം ഒരു ന്യായമുള്ള ശിക്ഷ കിട്ടുമ്പോൾ സന്തോഷമാണ്. അന്ന് മുതൽ ഏകദേശം അന്ന് പോലും തള്ളിപ്പറയാൻ, ഈ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ റിജിൻ ഷാരോൺ തയ്യാറായിരുന്നില്ല. അത് എത്രത്തോളം വിശ്വാസകരമായിരുന്നു? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും മരിക്കുമെന്നാണ് വിചാരിച്ചില്ലല്ലോ. അത്രയും മേൽ അവളോട് വിശ്വാസമുണ്ടായിരുന്നു. അന്ന് ഇറങ്ങി വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഛർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു? ബൈക്കിൽ പോയ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? അവളെ വീട്ടിൽ നിന്ന് ഛർദ്ദലോടെ വെളിയിൽ വന്നത്. ബൈക്കിൽ പോയ സമയത്ത് നല്ല ക്ഷീണതയായിരുന്നു. 2-3 വട്ടം ഛർദ്ദിച്ചു. ഇതുതന്നെയാണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായൊരു നിലപാട് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ റിജിനും കോടതിയിൽ മൊഴി നൽകിയത്. ആ മൊഴി കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്.